അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന്. അത് വാട്ട്സ് ഇൻ മൈ ഡയപ്പർ ബാഗ്. ഓക്കെ, അപ്പം ഇതെൻ്റെ 4 വയസ്സും 7 മാസം ഉള്ള 2 കുഞ്ഞുങ്ങളുടെ ഡയപ്പർ ബാഗാണ്. അവരുടെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തിലാണ് ഞാൻ വെക്കാറ്. എൻ്റെ ഫസ്റ്റ് മോൾ ഉണ്ടായപ്പം ഞാൻ ഇതേ ബ്രാൻഡിൻ്റെ ബാഗാണ് മേടിച്ചത്. അത് ഞാൻ 4 വർഷം യൂസ് ചെയ്തു. ഞാൻ ഉപയോഗിക്കാന്ന് വെച്ചാൽ അങ്ങ് റഫായിട്ടായിരിക്കും യൂസ് ചെയ്യുക. അതിൻ്റെ ആത്മാവ് വരെ വലിച്ചെടുക്കും, അത്രയും അങ്ങ് ഉപയോഗിക്കും. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. പിന്നെ മാറ്റാനുള്ള കാരണം എനിക്ക് ബോറടിച്ചപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഇത് മേടിച്ചു. 4 വർഷം ഉപയോഗിച്ചില്ല, അപ്പോൾ എനിക്ക് ബോറടിച്ചു. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഇത് മേടിച്ചു. രണ്ടാമത് മോൻ ഉണ്ടായപ്പം ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ എന്തൊരു സൗണ്ടാണോ നീ വെക്കുന്നത്? വേറെ ടോയ് എടുക്കട്ടെ. രണ്ടാമത് മോൻ ഉണ്ടായപ്പോൾ ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ ബാഗ് ഓർഡർ ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തിട്ട് ഇത് മേടിച്ചതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടോ. മീൻസ് പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ പോലും അങ്ങനെ കഷാന്നിരിപ്പില്ല, കുറച്ച് സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് കണ്ടാലോ ഇതിൻ്റെ അതിൽ എന്താ ഉള്ളതെന്ന്. അതിനാദ്യം ഇങ്ങനെ ഒരു പൗച്ചുണ്ട്. ഈ പൗച്ച് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഞാനിവിടെ ബോട്ടിൽ വെക്കാറില്ല, കാര്യം എനിക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വെക്കാറില്ല. എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ ഒരു ടോയ് ഉണ്ട്. ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും ഒരു ടോയ് എടുക്കും. ഇതെൻ്റെ ചേച്ചി തന്നതാണ്. അപ്പം തൊട്ട് ഞാൻ ഇത് എടുക്കാം. നല്ല രസമില്ലേ കുഞ്ഞത്? എന്തോ ഒരു മുടിയാ, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അത് കൈയൊക്കെ ഇങ്ങനെ അനങ്ങും. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. കുട്ടികളെക്കാട്ടിലും എനിക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മൂത്ത കുഞ്ഞിൻ്റെ ഒരു നാപ്കിനുണ്ട്, ഇളയ കുഞ്ഞിൻ്റെ ഒരെണ്ണമുണ്ട്, സാനിറ്റൈസറുണ്ട്, മൂത്ത കുട്ടിക്ക് ഇടാനുള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ട്, പിന്നെ ശൈത്താനും പിശാചുക്കളെയൊക്കെ ഓടിക്കാൻ ഒരു കൊന്തമാലയുണ്ട്. അതങ്ങ് എടുത്ത് തിരിച്ചു വെച്ചേക്കാം. പിന്നീട് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ 2 പൗച്ചുണ്ട്. അതിലൊന്നിൽ ഞാൻ ഫോർമുലയുടെ വാട്ടർ വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്യാനുള്ളത്. ഇത് ഇളം ചൂടുവെള്ളമാണ്. ഇങ്ങോട്ട് ഇതപ്പം ഇളം ചൂടുവെള്ളമാണ്. അപ്പം ഇത് ഡയറക്റ്റ്ലി ഒഴിച്ച് എനിക്ക് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ അകത്തിൽ എൻ്റെ ചെറിയ കുഞ്ഞിൻ്റെ ഒരു ടോയ് ഉണ്ട്. ഇതാണ് ഈ ബാഗിൻ്റെ ഉൾവശം. ഇത്ര സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബോട്ടിൽസ് വെക്കാൻ, അതുപോലെ ഇവിടെ 2 പൗച്ചുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തിൽ എൻ്റെ മിൽക്ക് ബോട്ടിൽ ഉണ്ടാവും കുഞ്ഞിൻ്റെ. പിന്നെ അവന് ചില ആഹാരത്തിനോട് അലർജി ഉണ്ട്. അപ്പോൾ ഒരു അലർജിയുടെ മരുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, പിന്നെ അവന് മൂക്കടയ്ക്കും. അപ്പോൾ അതിനൊരു നേസൽ ഡ്രോപ്സ് ഉണ്ട്. ഇവന് ചെറുതായിട്ട് ഡ്രൈ സ്കിന്നും എക്സീമയൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പം മൂത്ത കുട്ടിയാണെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് മൊത്തം മുഖത്തൊക്കെ ആവുമല്ലോ. അപ്പോൾ കഴുകിക്കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലുണ്ടാവില്ല. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പിള്ളേരെ ക്രീം ഇടിപ്പിക്കും. പിന്നെ പാസിഫയർ ഉണ്ട്. അത് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുക. ഇത് പാസിഫയറിൻ്റെ ടാഗാണ്. നമ്മളിതിങ്ങനെ കുത്തിയിട്ട് പാസിഫയർ. അപ്പം ഇത് താഴെ പോകത്തില്ല. ഇതിനെ പറ്റിയിട്ടും ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, പാസിഫയറിനെ പറ്റിയിട്ട്. പിന്നെ എൻ്റെ മൂത്ത കുട്ടിയുടെ വാട്ടർ ബോട്ടിലുണ്ട്. പിന്നെ ഫോർമുല പൗഡർ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ എടുക്കാറ്. പക്ഷെ മൂത്ത കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഞാൻ ഇതിൻ്റെ അകത്തിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഏറ്റവും ഡാർക്ക് കളറ് 4 സ്കൂപ്പ്, ഇത് 3 സ്കൂപ്പ്, ഇത് 2 സ്കൂപ്പ് അങ്ങനെ എടുക്കുമായിരുന്നു. അപ്പം നമുക്കിങ്ങനെ മിക്സ് ഒന്നും ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. ഇതിങ്ങനെ കുടഞ്ഞാൽ മതി. പിന്നെ എനിക്കിതുപോലെ വേറൊരു ബോക്സിലുണ്ട്. അതിൻ്റെ ഇങ്ങനെ സ്റ്റീംഡ് ആപ്പിൾ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ എടുക്കും കുട്ടികൾക്ക് കഴിക്കാൻ. പിന്നെ മൂത്ത കുട്ടിയെ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താനായിട്ട് അവളുടെ ഒരു കളറിങ് സെറ്റ് ഉണ്ട്. ഇത് കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് കളറ്, ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ കളർ തെളിഞ്ഞു വരും. പിന്നെ കളർ പെൻസിലുണ്ട്, പിന്നെ ഒരു കളറിങ് ഇതുണ്ട്.
പിന്നെ ടീത്തറുണ്ട്, ഇതാ മോനെ. ഒരു മിക്സിങ് ബൗളും ഒരു സ്പൂണും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോവുകയാണെങ്കിലും അവരെന്തോ തരുന്നതെന്ന് വെച്ചാൽ ഞാനത് ഇതിൻ്റെ അകത്തിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അവന് കൊടുക്കും. ഇപ്പം നമ്മൾ പറയും മാക്സിമം നമ്മൾ ഈ ബിസ്ക്കറ്റ് അതുപോലുള്ള സാധനങ്ങൾ കൊടുക്കരുതെന്നാണ്. സത്യമാണ്, കൊടുക്കരുത്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയാൽ നമ്മൾ എല്ലാവരും എന്തെങ്കിലും കഴിക്കുമ്പോൾ കുട്ടിക്കും ആ ഒരു സമയം ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ ഇതിങ്ങനെ കലക്കി കൊടുക്കും. അത് മാത്രമല്ല, ഓരോ ഫീഡിങ് ബോട്ടിലൊക്കെ ഇല്ലേ സ്പൂൺ വെച്ചിട്ടുള്ളതൊക്കെ, അതൊക്കെ ഇങ്ങനെ ഞെക്കി കൊടുക്കാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഇച്ചിരി പാടായതുകൊണ്ടാണ്. പിന്നെ ഹോം മെയ്ഡ് സിർലാക്ക് ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇങ്ങനെ എടുത്തിങ്ങനെ കുഴയ്ക്കുന്ന വെള്ളമൊക്കെ ചേർത്ത് എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവന് പഴം എടുക്കാറുണ്ട്. അതിങ്ങനെ ഉടച്ച് ഞാൻ അവന് കൊടുക്കും. പിന്നെ ഒരു തൊപ്പിയുണ്ട് അവൻ്റെ. പിന്നെ ഇതും ഈ സെയിം ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു. അതെ, നല്ലതായിട്ടോ അവരുടെ സാധനങ്ങൾ. അതിൻ്റെ ഒരു സ്വാഡിലുണ്ട്. പിന്നെ ഓരോ സെറ്റ് ഡ്രസ്സുണ്ട് 2 കുട്ടികളുടെയും. പിന്നെ 2 പേർക്കും സോക്സ്. കാര്യം നമ്മൾ ഏതെങ്കിലും പ്ലേ ഏരിയയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ സോക്സ് ഇട്ടിട്ട് കയറണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോക്സ്. പിന്നെ ഇത് അഴുക്കല്ല കേട്ടോ, ഇത് 4 വർഷമായിട്ട് ഉപയോഗിക്കില്ല, അതുകൊണ്ടാണ്. ഒരു ഡയപ്പർ ബാഗുണ്ട്. ഈ ഡയപ്പർ ബാഗിൻ്റെ അകത്ത് വൈപ്സ് ഉണ്ടാവും, ഒരു ചേഞ്ചിങ് മാറ്റ് ഉണ്ടാവും, ഒരു ഡയപ്പറിൽ ഒന്നിൽ കൂടുതൽ ഡയപ്പർ ഉണ്ടാവും. പിന്നെ ഇതെടുത്തു. പിന്നെ ഒരു ഡയപ്പർ ഡിസ്പോസ് ചെയ്യാനുള്ളൊരു കവറ് ഇങ്ങനെ ഉണ്ടാവും. അത് ഇങ്ങനെ എടുത്താൽ കളഞ്ഞാൽ മതി. പലപ്പോഴും ഇങ്ങനെ റോഡിലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഓരോരുത്തരാണെങ്കിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഞെറിയാണ്. അങ്ങനെ ചെയ്യരുതല്ലോ. ഒന്നെങ്കിൽ നമ്മളിതിങ്ങനെ കവർ കെട്ടിയിട്ട് ഡിഗ്ഗിൽ വെച്ചാൽ സ്മെല്ലേ വരത്തില്ല കേട്ടോ. കാറിൽ വെച്ചാൽ സ്മെല്ലേ വരത്തില്ല. അതിന് വീട്ടിൽ കൊണ്ടുവന്ന് കളയാം. വെറുതെ നമ്മൾ എന്തിനാ ഈ റോഡിലൊക്കെ എഴുതി കളയുന്നത്? മീൻസ് ആണ് നമ്മുടെ പിള്ളേർക്ക് തന്നെ ജീവിക്കാനുള്ള ഭൂമിയാണെന്നുള്ളൊരു ബോധമൊക്കെ വേണം. പിന്നെ ചെറിയ കൊച്ചിൻ്റെ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും. പാവ എൻ്റെ തുമ്മൽ സെട്രിസിൻ ഉണ്ടാവും, ഒരു ലിപ്സ്റ്റിക് ഉണ്ടാവും. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ എൻ്റെ ബാഗിൽ. ഈ പുറകിൽ ഇങ്ങനെ നമ്മുടെ ഫോൺ വെക്കാനുള്ളൊരു പൗച്ച്. പിന്നെ മുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാതെ താഴത്തെ സാധനം എടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സിപ്പും ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഇത് ബാക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാം, സ്ലിം ബാഗായിട്ടും യൂസ് ചെയ്യാം. ഇത് ഇവിടുന്ന് ഊരിയാൽ ഇത് ഊരിയെടുക്കാനും പറ്റും. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും എൻ്റെ കയ്യിൽ കുറേ സാധനം കൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന്. അത് വളരെയധികം ശരിയാണ്. എനിക്ക് വേറൊന്നും കൊണ്ടല്ല, വെളിയിലോട്ട് പോകുമ്പം ഇങ്ങനെ ഓരോ കാര്യത്തിനായിട്ടും ഇങ്ങനെ ഓടി നടക്കാനോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞെൻ്റെ കയ്യിലുള്ളപ്പം വേറൊരാളെ അതിന് ബോധറിയിപ്പിക്കാൻ ഇതെനിക്കില്ല അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം ഞാൻ തന്നെ ഇത് ചുമ്മിക്കൊണ്ട് നടക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും സാധനങ്ങൾ കുറച്ച് ഉപയോഗിച്ച് ജീവിച്ച് പഠിക്കുന്നു. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരാറില്ല. അതൊരു പോയിൻ്റാണ്. ഞാൻ കല്യാണം മീൻസ് എനിക്ക് കുട്ടിയാവുന്നതിന് മുന്നേ ഞാനിങ്ങനെയാണ്, കുറേ സാധനങ്ങളാണ്. ഇപ്പം എൻ്റെ ആവശ്യങ്ങൾ കുറഞ്ഞു. കുട്ടികളുടെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് മൊത്തം. പിന്നെന്താ, ഞാൻ അതുപോലെ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്നാൽ അപ്പം തന്നെ ഇത് റീസ്റ്റോക്ക് ചെയ്ത് വെക്കും. അതായത് ഇപ്പം ടവൽ എടുത്തത് വാഷ് ചെയ്തിട്ട് വേറെ ടവൽ വെക്കും, അങ്ങനെ ചെയ്യും. പിന്നെ മൂത്ത കുട്ടിക്ക് കഴിക്കാൻ ഞാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുക്കും, ഇവന് പഴം എടുക്കും. എല്ലാവരും പറയും ബിസ്ക്കറ്റ് കൊടുക്കല്ലേ ഇതാന്ന്. നമുക്കും കുറച്ചൊക്കെ സുഖമായിട്ടൊക്കെ ജീവിക്കണ്ടേ. ഇങ്ങനെ കുട്ടികൾക്കെല്ലാം ഹെൽത്തി കൊടുക്കണം, മാക്സിമം കൊടുക്കണം എന്ന് വിചാരിച്ച് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ നമുക്കും ലൈഫൊക്കെ എൻജോയ് ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ മൂത്ത കുട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ കുറയ്ക്കാൻ നോക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പറയടാ, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അല്ലേ ബേബി? അതെ. ഓക്കെ, ബൈ, താങ്ക് യു. ഉണ്ടായപ്പോൾ ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് അബൌട്ട് വാട്ട്സ്